നമസ്കാരം. 2024 ജൂലൈ 2-ന് ഹത്രാസിൽ നടന്ന ഒരു സത്സംഗത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 123 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നുവല്ലോ. അതിൽ കൂടുതലും സ്ത്രീകളാണ് മരിച്ചത്. രാജ്യത്തെ ഞെട്ടിച്ച ഒരു വൻ ദുരന്തമായിരുന്നു അത്. സ്വയം പ്രഖ്യാപിത ആൾദൈവം ഭോലെ ബാബ, നാരായണൻ സാക്കർ ഹരി, സൂരജ് പാൽ ജാദവ്, മുൻ പോലീസ് കോൺസ്റ്റബിൾ, ബഹുജൻ സമാജ് പാർട്ടി നേതാവ് എന്നിവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ബലാത്സംഗ ആരോപണത്തെ തുടർന്ന് 28 വർഷം മുമ്പ് ഈ പറഞ്ഞ കോൺസ്റ്റബിളിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതാണോ അതോ അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ VRS പദ്ധതി പ്രകാരം സ്വമേധയാ വിരമിച്ചതാണോ എന്ന പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെ ആയാലും വിവിധ സ്ഥലങ്ങളിൽ ഫയൽ ചെയ്ത പീഡനം ഉൾപ്പെടെ 5 ക്രിമിനൽ കേസുകളെങ്കിലും ഈ പറഞ്ഞ കക്ഷി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അലിഗഡ് GD റോഡിനോട് ചേർന്നുള്ള 21 വികാസ് ഭൂമിയിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോട് കൂടിയ ആഡംബര കാറുകൾക്കായി ഒരു വലിയ ഗാരേജ് ഉൾപ്പെടെയുള്ള ഒരു ആഡംബരപൂർണമായ പ്രവാസാശ്രമത്തിലാണ് സൂരജ് പാൽ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശൃംഖലയിൽ 24 ആശ്രമങ്ങളും 100 കോടി രൂപ വിലമതിക്കുന്ന ആസ്തികളും ഉൾപ്പെടുന്നുണ്ട്. നിരവധി ചാരിറ്റബിൾ ട്രസ്റ്റുകളിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന വലിയ രീതിയിൽ പണമുണ്ടാക്കാനുള്ള സാധാരണ നിയമപരമായ വാഹനങ്ങൾ, പിന്നെ ഇവയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് ശ്രീ നാരായൺ ഹരി സാക്കർ ചാരിറ്റബിൾ ട്രസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ ദരിദ്രരും നിരക്ഷരരുമായ ദളിത്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരായതിനാൽ അദ്ദേഹം തന്റെ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു എന്നത് ഇപ്പോഴും വളരെ രഹസ്യമായ നിഗൂഢാത്മകമായ ഒരു കാര്യം കൂടിയാണ്. ഭോലെ ബാബ തന്റെ ഭക്തരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം വെളുത്ത 3 പീസ് സ്യൂട്ടും ടൈയും ഫാഷനബിൾ കണ്ണടയും ധരിച്ച് വെളുത്ത ടൊയോട്ടോ ഫോർച്യൂണറിൽ ആണ് എത്തിച്ചേരുന്നത്. ഫോട്ടോഗ്രാഫിയോ റെക്കോർഡിങ്ങോ നിരോധിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആശ്രമങ്ങളിൽ രഹസ്യ സ്വഭാവം കർശനമായി പാലിക്കപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവുൾപ്പെടെയുള്ള ദൈവിക ശക്തികൾ അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു. എന്തൊരു അസംബന്ധമാണെന്ന് നോക്കണേ. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിലേക്ക് ഭക്തർ ഓടിയെത്തിയപ്പോഴാണ് തിക്കിലും തിരക്കിലും അത്രയധികം ആളുകൾ ദാരുണമായി മരണപ്പെടുന്നത്. ഇന്ത്യയിലെ മിക്ക സമകാലിക വ്യാജ ബാബമാരുടെയും പൊതുവായ പ്രൊഫൈലാണ് വിവിധ സ്കെയിലുകളിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. ഇത്തരക്കാർക്ക് രാഷ്ട്രീയ വമ്പന്മാരുടെ പിന്തുണ പോലുമുണ്ട്. ചില അഴിമതികൾ പൊട്ടിപ്പുറപ്പെടുന്നത് വരെ ഇവന്മാരൊക്കെ വിശുദ്ധന്മാരായി തന്നെ നിൽക്കും. ഭോലെ ബാബയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജില്ലയ്ക്ക് പുറത്തങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ മേൽപ്പറഞ്ഞ ദാരുണമായ സംഭവം കാരണം ഭോലെ ബാബ ദേശീയ ശ്രദ്ധ നേടി എന്നുള്ളതാണ്. ദൈവമനുഷ്യർ എക്സ്ക്ലൂസീവ് ആത്മീയ ഉൾക്കാഴ്ചകൾ ക്ലെയിം ചെയ്യുകയും അനുയായികൾക്ക് ഒരു പ്രത്യേക പദവി സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഫാസിസ്റ്റ് നേതാക്കൾ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ള സവിശേഷമായ അറിവ് അവകാശപ്പെടുകയും ഇതവരുടെ അനുയായികൾക്ക് ദേശീയ സ്വത്വത്തിന്റെ സംരക്ഷകരെന്ന നിലയിൽ പ്രത്യേക പദവി നൽകി കൊടുക്കുകയും ചെയ്യുന്നു. ഇരുവരും വ്യക്തിത്വത്തിന്റെ ഒരു ആരാധനയെ കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവമനുഷ്യർ അവരുടെ ആത്മീയ ഐഡന്റിറ്റിക്ക് ചുറ്റും ഒരു ആരാധനാക്രമം കെട്ടിപ്പടുക്കുമ്പോൾ അവരുടെ അനുയായികൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായി മാറുകയാണ്. അതായത് ഇവിടെ ഫാസിസ്റ്റ് നേതാക്കൾ തങ്ങളുടെ രാഷ്ട്രീയ സ്വത്വത്തെ ചുറ്റിപ്പറ്റി ഒരു ആരാധനാലയം കെട്ടിപ്പടുക്കുന്നു എന്നുള്ളതിനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. രാജ്യത്തിന്റെ മുഖഛായ തന്നെ അവർ കാവ്യവൽക്കരിച്ച് നിഷ്കളങ്കരായ ഒരു കൂട്ടം ജനതയെ അവർ വഞ്ചിക്കുന്നു. ദൈവമനുഷ്യർ തങ്ങളുടെ അധികാരം ശക്തിപ്പെടുത്തുന്നതിന് സാക്ഷ്യങ്ങളും പ്രഭാഷണങ്ങളും ഉൾപ്പെടെയുള്ള മതപ്രചാരണം ഉപയോഗിക്കുകയും ഫാസിസ്റ്റ് നേതാക്കൾ തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ശക്തിപ്പെടുത്താനും പിന്തുണക്കാരെ ആകർഷിക്കാനും രാഷ്ട്രീയ പ്രചാരണം, മാധ്യമ നിയന്ത്രണം, ദേശീയ ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിക്കുകയും ചെയ്യും. രാജ്യത്തിന്റെയും പൗരന്മാരുടെയും അവസ്ഥയെക്കുറിച്ച് ആത്മപരിശോധന നടത്താൻ ഹത്രാസ് സംഭവം നമ്മെ പ്രേരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്.